ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മുരിങ്ങയ്ക്ക മസാലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു 3 ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് സാധാരണ സവാള അതിൻ്റെ ചെറിയ സവാളൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടിയും 2 ഗ്രാമ്പും 3 ഏലക്കായും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് റോസ്റ്റായി വന്ന് കളറും ചേഞ്ചായ ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എല്ലാം ടീസ്പൂൺ കണക്കാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. എന്നിട്ട് ഈ മസാലപ്പൊടിൻ്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്ന ശേഷം ഇതിൻ്റെ ചൂടാറിയ ശേഷം മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നിറച്ച് അതേ സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ഇടാം. പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഞാൻ ഇപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്ന ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തിട്ട് തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പം ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടും. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ മിക്സും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ആ മിക്സിയുടെ ജാറിലോട്ടൊക്കെ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിനി. ഇനി ഇതിലേക്ക് നമ്മൾ മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്ക ഏകദേശം ഇതൊരു 250 ഗ്രാം മുരിങ്ങക്ക ഉണ്ട്. ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. നടുക്കുന്ന കീറി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് കുക്കായി വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ ഗ്രേവി നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് നമുക്ക് വറ്റിച്ചിട്ടെടുക്കണം. മുരിങ്ങക്ക ഗ്രേവിയിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്യുന്ന രീതിക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ കറിയായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കാക്കിയിട്ടെടുക്കുക. മൂടി വെച്ച് അടച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. 5-6 മിനിറ്റിന് ശേഷം തന്നെ ഇത് വറ്റി നന്നായിട്ട് മേൽഭാഗത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണും. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞതിന് ഇതിനാ തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിന്. ഇതായിപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തന്നെ കുറുകി വറ്റി വന്നിന്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിക്ക് ഒന്ന് വറ്റിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ, സാധാരണ മുളക് പൊടിയല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് സൈഡായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഇതേപോലെയുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.